നമസ്കാരം. ദീപാലിക കളരിപ്പത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വീഡിയോ ഇടാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനിത് പറഞ്ഞായിരുന്നു. കുറച്ച് ഡിലേ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ കുറച്ച് ക്ഷീണക്കാരുണ്ട്. നമ്മൾ ചികിത്സയ്ക്കാണ് നമുക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചെയ്തത്. അപ്പോൾ അത് കാരണം അത് ഉച്ചയാകുമ്പോഴൊക്കെയാണ് ചികിത്സ കഴിഞ്ഞ് കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാതെ. ഇത്തവണ ഞങ്ങൾ ഒരു ലോക്ക്, അതിൻ്റെ കൂടെ തന്നെ പ്രയോഗം, വെട്ടുകൈ പ്രയോഗം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൈയുടെ സൈഡ് കൊണ്ട് വെട്ടിയും മുട്ടുവശം കൊണ്ട് ഇടിച്ചും പഞ്ച് ചെയ്തും മുട്ടുകാല് കയറ്റിയും ഇതെല്ലാം നമ്മൾ വെട്ടുകൈ പ്രയോഗത്തിനെടുക്കുന്നത്. കൈയും കാലും ആയുധമാക്കുകയാണ്. ആയുധമായിട്ടൊരു കളരിക്കാരൻ നടക്കാറില്ല, പിന്നെ കൈയാണ് ആയുധം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളൊരു ആദ്യം ഒരു ലോക്കാണ്. ആ ലോക്ക് ചെയ്യാൻ നേരത്ത് ആ ലോക്കിൻ്റെ അവിടെ തന്നെ പ്രയോഗമുണ്ട്. അപ്പോൾ ലോക്ക് വെറുതെ ലോക്കല്ല, പിടിച്ചോണ്ടിരിക്കുകയല്ല, ലോക്ക് ചെയ്യും മുട്ടുകാല് കയറ്റി ആളെ താഴെ ഇടിയാൻ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോയിലൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കാൻ നേരത്ത് കുറേ കാര്യം നമ്മളുണ്ട്. ചിലവരൊക്കെ പറയുന്നുണ്ട് കല്ല് വെച്ച് എറിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് ഒഴിവാകുക എന്നാണ്. കല്ല് വെച്ച് മനുഷ്യൻ്റെ മാക്സിമം ആൾക്കാരെ എറിയാറില്ല. പിന്നെ നമ്മൾ കല്ല് വെച്ച് എറിയേണ്ട ഉദ്ദേശം എന്ന് വെച്ചാൽ മനുഷ്യൻ പട്ടിയായിട്ടാണ്, പേപ്പട്ടിയായിട്ടാണ്. പേപ്പട്ടീനെയൊക്കെയാണ് നമ്മൾ കല്ലെന്ന് പറയുന്നത്. നമ്മൾ ഒരു അഭ്യാസം പഠിച്ചിട്ട് നമ്മൾ ആ വഴി കാണുന്നവരെ തല്ലാൻ നടക്കുന്നത്. പിന്നെ ആവശ്യമില്ലാത്ത വഴക്കിനൊന്നും തല വെച്ച് കൊടുക്കുന്നത്. നമ്മൾ മനുഷ്യനാണ്, മര്യാദക്ക് ജീവിക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഇതൊരു കലയാണ്, ഇതൊരു ആയോധന കലയാണ്. ആവശ്യമുള്ള സ്ഥലത്ത് ഇത് പത്തി വിടുന്ന ആൾ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് പത്തി വിടുന്നത്. കല്ലിനൊക്കെ എറിയാന്നത് ഞാൻ കല്ലിനെറിയുന്നത് എൻ്റെ ഒഴിവ് ഞാൻ കാണിച്ചു തരാം. അത് കല്ല് കൊണ്ടല്ല എറിയണം, ഞാൻ ബോർഡ് വെച്ച് എറിഞ്ഞിട്ട് അതിൻ്റെ ഒഴിവ് ഞാൻ കാണിച്ചു തരാം. ഒരു വീഡിയോ കുറേ നാൾ കൊണ്ട് ആലോചിക്കുന്നത് ഒരു ക്യാമ്പ് നടത്തണം, കളരി വെച്ചൊരു ക്യാമ്പ് നടത്തണം. ഒരുപാട് പേര് എന്നെ അടുത്ത് വിളിക്കാൻ, എൻ്റെ ചാനൽ കാണുന്നവർ ഒരുപാട് വിളിക്കുന്നത് അച്ഛനെ ഒരു ക്യാമ്പ് നടത്തണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞ് നടത്താൻ പറ്റിയില്ല. അച്ഛനെ എന്താണ് അത് ക്യാമ്പ് നടത്തിയ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ മെയ് 19 രാവിലെ ക്ലാസ് നടത്താൻ, ഞായറാഴ്ചയിലൊന്ന് ഞാൻ ഒരു ക്യാമ്പ് നടത്താൻ വേണ്ടി താല്പര്യം പഠിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളത് വിളിച്ചിട്ട് നിങ്ങളുടെ പേര് എഴുതുക, പേര് പറയുക. ഞാനത് നോട്ട് ചെയ്തിട്ട് നമുക്കന്ന് ഒരു 10-15 പേരുണ്ടെങ്കിൽ നമുക്കൊരു വൺ ഡേ ക്യാമ്പ് നടത്താം. എല്ലാവർക്കും ഉപകരിക്കുന്നത് ആ ക്യാമ്പ് കൊണ്ട്. ഒരു അഭ്യാസം എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഒരു ആയുധം പിടിച്ച് വാങ്ങിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാം. കുറേ സംശയങ്ങൾ ഞാൻ മാറ്റിത്തരാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ, ഒരു ലോക്കാണ്. ലോക്കിനോട് തന്നെ ഒരു പ്രയോഗമാണ്, വെട്ടുകൈ പ്രയോഗം എന്ന് പറഞ്ഞൊരു പ്രയോഗം. 2 പ്രയോഗമാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അത് വളരെ സൂക്ഷ്മതയായിട്ട് ശ്രദ്ധിച്ച് അത് എങ്ങനെയൊക്കെയാണ് ഞാൻ വട്ടുകാലിടുന്നത്, എങ്ങനെയാണ് ഇടിക്കുന്നത്, എങ്ങനെയാണ് പിടിക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ അത് ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് കണ്ടെച്ചിട്ട് മറുപടി എഴുതാനും ശ്രമിക്കരുത്. അത് പ്രയോഗം ഉണ്ടാകുന്ന സ്വയം ചിന്തിച്ച് നോക്കിയിട്ട് അല്ലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. അപ്പം നമുക്കിപ്പം ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ ഒരാളെ കയറി അടിക്കുക. എപ്പോഴും പൊതുവെ ആൾക്കാരുടെ കൈയുടെ ഷോൾഡർ ലെവലാണ് അടിയും വെട്ടും ഒക്കെ വന്നത്. എപ്പോഴും പൊതുവെ വെട്ട് കിട്ടാൻ നേരത്ത് പടലി സൈഡ് തലക്കാണ് അടി കൂടുതലും പരിക്ക് വരുന്നത്. അപൂർവം ചിലവർക്ക് തോളയിലും നടുവൊക്കെ അടി കിട്ടുന്നത്. അപ്പം എപ്പോഴും പൊതുവെ ആൾക്കാർ ചെയ്യുന്നത് പടലിക്കാണ്. പടലിക്ക് താഴത്ത് വേണ്ട, വെട്ടി ലോക്ക് ചെയ്ത ഇത് ലോക്കാണ്. ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ആള് വെള്ളച്ചിൽ കാണിക്കണമെങ്കിൽ എടുത്ത് പട്ടുകാലിട്ട് താഴെ ഇടും. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, എങ്ങനെയാണ് അടിക്കാൻ നേരത്ത് കയറി പിടിക്കണേക്കെന്ന്. കയറി പിടിക്കാൻ നേരത്ത് ഒരുപാട് രീതിയിലുണ്ട്. ഞാൻ ആദ്യം പഠിക്കുന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അടിക്കാൻ നേരത്ത് ഇത് ഈ കൈ കണ്ട് പിടിച്ചു എന്നിട്ടാണ് നമ്മൾ പട്ടുകാലിടുന്നത്. ഇത് പട്ടുകാലിടാൻ നേരത്ത് നമ്മളിത് പെടുത്താൻ ഇവിടെ മുറിക്കുകയാണ്. ഈ തലച്ചോറിലേക്കുള്ള ബ്ലഡ് ഓടി കയറുന്നത് ആ ഞരമ്പ് നമുക്ക് പിടിച്ചു വേണ്ട. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഇനി 2ാം ഘട്ടം ഇതെങ്ങനെയാണ് പിടിക്കണമെന്ന് പറയണം. പിടിച്ചിട്ട് ഇടിച്ചിട്ട് ലോക്ക് ചെയ്യണം. എന്നിട്ട് എടുത്ത് പട്ടുകാലിട്ട് താഴെ ഇടും. അപ്പം ഇത് ഒന്നുകൂടെ അത് എങ്ങനെയാണ് പഠിക്കണത്. ഇപ്പം ഞാൻ ചെയ്ത് കളിച്ച പഠിക്കണത് എങ്ങനെയാണ്. റെഡി 1 തടുക്ക് വെട്ടി മുട്ടുകാല് കയറ്റി ക്യാച്ച് ചെയ്യണം. എന്നിട്ട് ഇത് എടുത്തു ഇങ്ങനെ പട്ടുകാലിട്ട് വെക്കണം. പിന്നെ ആൾ ബഹളം മാത്രം എടുത്ത് മാറ്റാൻ മതി. പറഞ്ഞിട്ട് ഫേസ് പഞ്ച് ചെയ്യുക. ഫേസ് പഞ്ച് താടി അസ്ഥിക്ക് പഞ്ച് ചെയ്യുക. ഫേസിന് ചെയ്യരുത്, താടി അസ്ഥിക്ക് പഞ്ച് ചെയ്യും. എടേ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. എടുത്തോന്നെ ഒന്നുകൂടെ ഇതിലേക്ക് ശ്രദ്ധിക്കാം. എടേ 1 കയറി പിടിക്കേ ഇടിച്ചാൽ ഇടിച്ച് ലോക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ മുറിക്കൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ നമ്മൾ താഴെ ഇട്ടിട്ട് പഞ്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ സ്ലോയിൽ എങ്ങനെയാണ് പഠിക്കുന്ന രീതി ഞാൻ സ്ലോയിൽ കാണിച്ചു.
അത് വൃത്തിയായിട്ട് ശ്രദ്ധിക്കണം. റെഡി? അടുത്ത ചവിട്ടിയും കാഴ്ച ഇതാണ്. ഉറപ്പിച്ച് കാലുറപ്പിച്ച് വെച്ചിട്ട് കൈ പിടിച്ച് ഇടത് കൈ കൊണ്ട് തള്ളി വലത് കൈയിലേക്ക് കൊടുക്കുക. എന്നിട്ട് വട്ടുകാലിട്ട് മറിച്ചിട്ട് ഇട്ടിട്ട് ഇതാണ് എവിടെ ഇടിച്ചു പിടിക്കുക. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ലോക്ക്. കണ്ടല്ല, ഇത് വളരെ വൃത്തിയായിട്ട് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ചെയ്യുക. ഒന്നുകൂടെ വളരെ ശ്രദ്ധിച്ച് കയറാം. എങ്ങനെയൊക്കെയാണെന്ന് കാലും കൈ കൂടെ കയറണം. റെഡി? കേട്ടണം. അപ്പോൾ വലിയ നിൽക്കുക. കാല് ചെയ്ത് ഉറപ്പിച്ച് ക്യാച്ച് ചെയ്യുക. പുറം കാല് വലത് കാല് കൊണ്ട് വട്ടുകാലിട്ട് ഉരുട്ടി താഴെ ഇടുക. എന്തായാലും പോയിന്റ് ചെയ്യുക. ശ്രദ്ധിച്ചല്ലോ. ഇതിൻ്റെ രണ്ടാം ഘട്ടം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇതൊരു ലോക്കും ഒരു പ്രയോഗം കൂടെയാണ്. രണ്ടാമത് ഞാനിത് ചെയ്യുന്നത് ഇതൊരു പ്രയോഗമാണ്, വെട്ടുകൈ പ്രയോഗം. ശ്രദ്ധിക്കാം. അടിച്ച് അടുത്ത ക്യാച്ച് ചെയ്ത് ഇവിടെ ഇരി കൊടുത്തിട്ട് ഈ കൈ വെച്ച് വിത്ത് വർമ്മ വിത്തിന്റെ ചോറിട്ട് വെച്ചു. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അടിച്ച് ഇടിച്ച് ഇവിടെ ഇടിച്ചു അല്ലെ, ഇടിച്ച് മലത്തിട്ട് ഈ കൈ ഉയർത്തി വെട്ടി. വിത്ത് മർമ്മം എന്നാണ് പറയണ. നമ്മുടെ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറഞ്ഞ ലിംഗത്തിന്റെ ചൂടായിട്ട് വെട്ടിപ്പിടിപ്പിക്കുകയാണ്, വെട്ടിയിരുത്തി എന്നാണ്. ചെയ്തു നോക്കരുത്, അപകടമാണ്. ഒരു മനുഷ്യന്റെ ഭാവി പോകുന്നതാണ്. ഇത് അഭ്യാസമാണ്, ഇതൊരു ക്ലാസ്സാണ്. നിങ്ങൾ ആ രീതിയിൽ ഇത് കാണാവുള്ളൂ, അല്ലാതെ നിങ്ങൾ അതുപോലെ പ്രയോഗിച്ച് നോക്കരുത്. റെഡി? ഒന്നുകൂടാ. കൈ കണ്ടല്ല, കൈ ഇവിടെ വന്നു വീഴും. ഈ അഥവാ വെട്ടാൻ മതിയില്ലെങ്കിൽ ഇടിച്ചാലും മതി. ഇടിയാലും നല്ലത് വെട്ടാം. അപ്പൊ ഇവിടെ വരണം, എടുത്ത് വെട്ടാം. ഓക്കെ, അതൊന്നുകൂടെ ശ്രദ്ധിച്ചേ. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. റെഡി? 1 വെട്ടിയും ഇടിച്ച് വെട്ടിയും കാല് മാറ്റിക്കണം. അപ്പൊ അടിച്ച് തല്ലി താഴെ വീഴും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഈ ബെഞ്ച് പോലെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കാല് ഇതിലാണ് വന്ന് കിടക്കുന്നത്, കുത്തിയിരുത്തുന്ന എന്നിട്ട് ഇവിടുന്ന് വെട്ടണം. അപ്പൊ ഈ വെട്ടിനോടൊപ്പം ഈ കാല് വലിച്ചു കൊടുക്കണം. കാല് വലിച്ചത് ആള് വട്ടം വീഴും. അങ്ങനെ ബോഡി നട്ടല് തലയുടെ ബാക്കൊക്കെ കേടാം. റെഡി? 1 ഇതല്ല, കൈ ഓട്ടോമാറ്റിക്കായിട്ട് വേണം. ഇത് ഈ വെട്ട് കാല് മാറ്റിക്കണം. ഈ വെട്ട് ചെല്ലിയെ കാല് വലിക്കണം. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ബ്ലോക്ക് കണ്ടല്ല, കാല് കയറിയും ക്യാച്ച് ചെയ്യാം. ഒന്ന് അവിടെ നിന്ന് അടി വരണോ അടിച്ചേ. കണ്ട അടിച്ചേ. ഈ മുട്ടുകൈ നെഞ്ചത്ത് കൊള്ളിക്കണം. നെഞ്ചത്ത് കൊള്ളിച്ചിട്ട് വേണം വെട്ടാൻ. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഞാൻ ഒന്നുകൂടെ ഇത് രണ്ടൊന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഫാസ്റ്റായിട്ട് ഒരാള് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടത് നോക്കണം. റെഡി? ഇതാണ് സ്പീഡിൽ ചെയ്യേണ്ട. ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നിങ്ങൾക്കത് കണ്ണടച്ചിറക്കം ഈ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്യാമ്പിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള എൻ്റെ കുറച്ച് വീഡിയോ കാണുന്ന കുറേ പേരുണ്ട്. അവരെൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ചേട്ടാ ക്യാമ്പ് എന്നാ. അപ്പോൾ ക്യാമ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് മെയ് 19 ഒരു ഞായറാഴ്ചയാണ്. ഒരു ദിവസം ദൂരെയുള്ളവർ ഒരു ദിവസം മുമ്പ് വരികയാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് താമസിക്കാനുള്ള സ്ഥലം ഞാൻ തരാം. എൻ്റെ വീട്. താല്പര്യമുള്ളവർ, ശരി, അഭ്യാസം അറിയാവുന്നവർ താല്പര്യമുള്ളവർ എത്താൻ പറ്റുമെങ്കിൽ എത്തുക. ഈ വീഡിയോ കണ്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ടിനെ ഞാൻ കാത്തിരിക്കുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നമസ്കാരം.